സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ധർമ്മസ്ഥല, കർണാടകയിലെ ധർമ്മസ്ഥല ഇന്ന് അധർമ്മത്തിൻ്റെ വിളനിലമാണ്. നിങ്ങളും ഞാനുമൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മീഡിയയിലുമൊക്കെ ഇക്കാര്യം അറിയുന്നു, ആശങ്കപ്പെടുന്നു, ഭയപ്പെടുന്നു. ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് സാധാരണക്കാരനും ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്നവനുമൊക്കെ മനസമാധാനത്തിനുള്ള സങ്കേതങ്ങളാണ്. മനസമാധാനം പ്രതീക്ഷിച്ചാണ് ധർമ്മസ്ഥല പോലുള്ള അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളും ആശ്രമങ്ങളുമൊക്കെ തേടി നാം പോകുന്നത്. അല്ലാതെ അധർമ്മം കാണാനും ഉള്ള സമാധാനം കൂടെ കെടുത്തുവാനുമല്ല നാം കാശ് മുടക്കിയും പലിശയ്ക്ക് പൈസ കടമെടുത്തുമൊക്കെ ഇത്തരം കേന്ദ്രങ്ങളിൽ ചെല്ലുന്നത്. എൻ്റെ ഓർമ്മയിൽ ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഓർമ്മ വരുന്നില്ല. ആ പാതയിലൂടെ കുടജാദ്രി, മൂകാംബിക, കുടജാദ്രി, ഉടുപ്പി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പോയത് ഓർമ്മിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ധർമ്മസ്ഥല എന്ന കുപ്രസിദ്ധി നേടിയ ഈ കേന്ദ്രത്തിൽ പോയതായി ഓർക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ സമാധാനവും മറ്റും പ്രതീക്ഷിച്ച് ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിൽ പോകാൻ തന്നെ സാധാരണക്കാരന് ഭയം തോന്നുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു വ്യക്തി വിലയിരുത്തുന്നത് കണ്ടു. അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് ഈ അനാശാസ്യ അല്ലെങ്കിൽ ഈ വൃത്തികേടിൽ പങ്കില്ല എന്ന്. അതേക്കുറിച്ച് അത് അറിയില്ല. അത് കാലം തന്നെ തെളിയിക്കണം, അല്ലെങ്കിൽ പോലീസും മറ്റും തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സാധാരണക്കാരന് ധർമ്മസ്ഥല പോലുള്ള കേന്ദ്രങ്ങളിൽ ചെല്ലാൻ എന്ന ഭയം തന്നെയാണ്. ഏതായാലും സത്യം ഒരു നാൾ പുറത്തു വരും, വന്നേ മതിയാകൂ. അത് കുറ്റവാളികളെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കുക തന്നെ വേണം. പ്രതികരിക്കുക സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും പ്രതികരിക്കുക. പ്രതികരണ ശേഷി തന്നെ നശിച്ചൊരു സമൂഹമാണ് നമ്മുടേത്. ഓക്കെ, താങ്ക് യു.